ഇനി ലിബിനെ കൊണ്ട് കോളേജിൽ പോവുക. വൺ ഓഫ് മൈ ഫേവറേറ്റ്. കാരണം ലിബിയായിട്ടിരുന്ന് പിന്നെ വണ്ടിയിലിരുന്ന് പിന്നെ 1 മണിക്കൂറുണ്ട് ട്രാവൽ. അപ്പോൾ കിടക്കട്ടെ, 1 മണിക്കൂറുണ്ട് ട്രാവൽ. 1 മണിക്കൂർ ലിബിയായിട്ടിരുന്ന് വണ്ടിയിൽ പോവാം. പിന്നെയെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ചില സമയത്ത് ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കും. സോ ഇന്നാണ് ബിരിയാണി വാങ്ങിക്കുന്നത് ആ ദിവസം. അപ്പോൾ ബാഗ് എടുത്ത് ഇവിടെ വെച്ചുവാ. എൻ്റെ കാലം കഴുകണം, മണ്ണ. അങ്ങനെ കോളേജിലെത്തി ഞങ്ങൾ. ഇനിയിപ്പോൾ 2 മണിയാകുമ്പോഴേ ലിബി വരത്തുള്ളൂ. അതിനും എനിക്ക് പിന്നെ പെട്രോൾ അടിക്കണം. പിന്നെ ജസ്റ്റിന് ഞങ്ങൾ പോകുമ്പോൾ മറ്റേ സാധനം വാങ്ങിക്കണം, നമ്പർ വാങ്ങിക്കണം. പിന്നെ ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നുണ്ട്, ബിസ്ക്കറ്റ് വാങ്ങിക്കണം. അപ്പം ജസ്റ്റിന് പോകുമ്പോൾ ആ പാമ്പറും വാങ്ങിക്കണം, ജ്യൂസ്, അങ്ങനെ ഒരുപാട് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ലിബിനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. എന്നിട്ട് ലിബി വരുന്നവർ 2 മണിയാകുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ കാറ്റൊക്കെ അടിച്ചു. പെട്രോൾ പമ്പിൽ ഭയങ്കര വഴക്ക. നമ്മുടെ സ്റ്റാഫും മാനേജറും തമ്മിൽ വഴക്ക. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്, കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ജസ്ലിനെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്താൻ വേണ്ടി പുതിയ എന്തെങ്കിലും കളിപ്പാട്ടം കൂടെ വാങ്ങിക്കണം. ട്രെയിൻ യാത്രയിലൊക്കെ പോകണ്ട, അപ്പം ഒന്ന് പിടിച്ച് നിർത്താൻ, കൈ പിടിച്ച് കളിക്കാൻ പറ്റിയ ഡോള് അങ്ങനെ എന്തെങ്കിലും ബുക്സൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പാവ വാങ്ങിച്ച കാര്യം ലിബിയോടും പറയുന്നില്ല, ജസ്ലിനോടും പറയുന്നില്ല. കാരണം മറ്റന്നാളാണ് ഇപ്പോൾ കല്യാണത്തിന് പോകേണ്ടത്. സോ അതുകൊണ്ട് പിന്നെ ആ ഒരു അപ്പം കണ്ടാൽ മതി. ആ സമയത്ത് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് പോകുന്ന ദിവസം പാവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ മറ്റന്നാൾ തന്നെ ജസ്ലിനെ കാണിക്കാം. അതുവരെ വണ്ടിയുടെ അകത്തിരിക്കും. ലിബി അതിനകത്ത് വണ്ടിയുടെ തുറന്നാലേ കാണത്തുള്ളൂ. ഇപ്പോൾ വണ്ടിയുടെ അകത്തിരിക്കുക, ലിബീനെ കാണിക്കുന്നില്ല. ആ പാവയും കൊണ്ട് 3 മണിക്കൂറേ ഉള്ളൂ. ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂരോട്ട് 3 മണിക്കൂർ യാത്രയുണ്ട്. നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 11:30 അങ്ങനെ 12:30 1 മണിയാകുമ്പോൾ ലിബി വരും. ഓക്കെ, ലിബി വരുന്നുണ്ട്. ലിബിക്ക് വിശക്കുന്നെന്നാണ് പറയണത്. വീട്ടിൽ 2 ബിരിയാണി വാങ്ങി, ബിരിയാണി വാങ്ങിക്കാനുള്ള പോക്ക. ബിരിയാണി വാങ്ങിക്കാനായിട്ട് ഇവിടെ കടയിൽ വന്ന് ഉറങ്ങിയാണീറ്റാ. അയ്യോ, ഊഞ്ഞാലും കൊടുക്കല, അവക്കൊന്നും കൊടുക്കല. എന്തിനാ കരഞ്ഞേ?
എന്തിനാ കരഞ്ഞ്? എന്നിട്ട് അവള് പോകുമ്പോ കിടന്നിട്ട് നില വിളിക്കും. എന്തിനാ കരഞ്ഞ്?